നമസ്കാരം. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടുവെന്ന് വെളിപ്പെടുത്തിയ ഇ.പി. ജയരാജനെ തള്ളാതെ തന്നെ CPM മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള M.V. ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരെ കാണുന്നതിലും തെറ്റില്ല എന്നാണ് M.V. ഗോവിന്ദൻ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇ.പി. ജയരാജന് ജാഗ്രത കുറവുണ്ട് എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ് എന്നാണ് ഗോവിന്ദൻ്റെ വാദം. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും നമ്മൾ ആരെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാനും M.M. ഹസനും B.J.P. നേതാവ് കൃഷ്ണദാസും ഒക്കെ കണ്ടിരുന്നുവെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഗോവിന്ദൻ. വളരെ സൗഹൃദമായിരുന്നു, പക്ഷേ കർശനമായ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. വ്യക്തിപരമായ സൗഹൃദമല്ല, രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നമെന്നും വോട്ട് ചെയ്ത ശേഷമാണ് M.V. ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പറഞ്ഞതും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സർക്കാരിനും പാർട്ടി നേതാക്കൾക്കും എല്ലാം എതിരെ നിരവധിയായിട്ടുള്ള പ്രചാരവേലകൾ, പ്രചരണങ്ങൾ, ആക്ഷേപങ്ങൾ ഇവയൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നും ഇതിനെയെല്ലാം ഞങ്ങൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമായിട്ടാണെന്നാണ് ഗോവിന്ദൻ്റെ വാദം. വോട്ടിംഗ് അവസാനിക്കുന്നതുവരെയേ ഇതുണ്ടാകൂ എന്നും ഇതെല്ലാം ഗൂഢാലോചനയാണ് എന്നും CPM-നും സർക്കാരിനുമെതിരെ ചമയ്ക്കുന്ന എല്ലാ തരത്തിലുമുള്ള രീതികളെ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ വർഗപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് ഗോവിന്ദൻ താത്വികമായുള്ള അവലോകനത്തിലൂടെ പറയുന്നത്. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഫ്രോഡിനോട് എന്ത് പ്രതികരിക്കാനാണ് എന്നാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും എന്തും പറയുന്ന വ്യക്തിയാണോ എന്നും എന്നാൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിക്കട്ടെ, കാരണം അത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അത് അന്വേഷിച്ചതിന് ശേഷം പറയാമെന്നൊക്കെയാണ് ഗോവിന്ദൻ്റെ വാദം. അതേസമയം തന്നെ നന്ദകുമാറിനെ പോലെ ഒരാളുമായിട്ട് LDF-ൻ്റെ കൺവീനർ ഇ.പി. ജയരാജൻ സൗഹൃദം സ്ഥാപിക്കുവാൻ പാടുണ്ടോ എന്നൊരു ചോദ്യത്തിൽ ഗോവിന്ദൻ വളരെ കൃത്യമായി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. ശിവനൊപ്പം പാപി ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞതൊരു മുന്നറിയിപ്പാണ് എന്ന് തന്നെയാണ് ഗോവിന്ദനും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. പക്ഷേ ഗോവിന്ദൻ്റെ ഈ പരിഹാസപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം എളിഭ്യനാകുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നേരാണോ ശരിയാണോ എന്ന് ചിന്തിക്കട്ടെ. B.J.P. നേതാവ് പ്രകാശ് ജാവദേക്കറും ഇ.പി. ജയരാജനുമായി കണ്ടതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് M.M. ഹസനും താനും B.J.P.യുടെ നേതാവ് കൃഷ്ണദാസും അടക്കമുള്ളവർ സൗഹൃദം പങ്കിടുന്നതും ഒരുപോലെയാണെന്ന് കരുതുന്ന വിഡ്ഢിയാണ് ഈ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട്. B.J.P.യുടെ നേതാക്കളുമായും കോൺഗ്രസിൻ്റെ നേതാക്കളുമായും ഏതൊരു നേതാവും LDF-ൻ്റെ അല്ല CPM-ൻ്റെ അല്ല ഏതൊരു നേതാവും കാണാറുണ്ട്, അവർ സൗഹൃദം പങ്കുവെക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിൽ തന്നെയാണ് ആ വാദത്തെ കാണുന്നതും. ആശയപരമായിട്ടുള്ള വിരോധങ്ങൾ മാറ്റിവെച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ അടുപ്പം കാണിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ ഭൂമുഖത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു പുതിയ കഥയായി ഗോവിന്ദൻ ചമയ്ക്കുകയും വേണ്ട. ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന CPM-ൻ്റെ ആരാധ്യനായ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത് എന്താണ്? B.J.P. നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും ഇ.പി. ജയരാജനും തമ്മിൽ കണ്ടുമുട്ടിയതിന് ഒരു ഗ്ലാസ് ചായ കുടിച്ചു മടങ്ങാനായിരുന്നില്ലല്ലോ. പകരം B.J.P.യുടെ നേതാവായ പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം B.J.P.യിലേക്ക് പോകുവാനും അധികാരങ്ങൾ കൈയാളുവാനും ഈ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും കൊണ്ടുള്ള മടങ്ങിപ്പോക്കിനുള്ള തയ്യാറെടുപ്പല്ലായിരുന്നോ? എവിടെയാണ് അതില്ലാതായി പോയതെന്ന് ചിന്തിക്കേണ്ടത് CPM-ആണ്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയനാണ്. അതുകൊണ്ട് പാർട്ടി ആലോചിക്കുക, മറ്റുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. B.J.P. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച ഇ.പി. ജയരാജൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ചായ കുടിക്കാൻ പോയതിൻ്റെ ലാഘവത്തോടു കൂടി അതിനെ കാണാതിരിക്കുക. പകരം അത് പോയിരിക്കുന്നത് B.J.P.യിലേക്കുള്ള യാത്രയ്ക്കുള്ള തുടക്കത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം സംഭവിച്ചതുമൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് തന്നെയാണ്. അത് പിണറായി വിജയനും അറിയാം, ഈ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദനും അറിയാം. അതുകൊണ്ട് ഗോവിന്ദൻ വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ മണ്ടൻ കളിക്കാൻ നിൽക്കരുത്, സ്വയം എളിഭ്യനാകരുത്.